കാര്യവട്ടം 2020-ൽ ഇന്ത്യയുടെ ബാറ്റിംഗ് വെടിക്കെട്ട്. ന്യൂസിലൻഡിന് 272 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിൽ ന്യൂസിലൻഡിന് ആദ്യ വിക്കറ്റ് നഷ്ടം. നേരത്തെ കരിയറിലെ ആദ്യ സെഞ്ചുറിയുമായി തിളങ്ങി ഇഷാൻ കിഷനാണ് ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. മനീഷ് ഐഷ മാത്യു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പമുണ്ട്. മനീഷ്, വലിയ ശോഭ നൽകുന്ന ഇന്ത്യൻ ടീമിനെ കുറിച്ചും അതോടൊപ്പം സ്ഥിരതയില്ലാതെ പോകുന്ന സഞ്ജുവിനെ കുറിച്ചും കൂടുതൽ വിലയിരുത്തലുകൾ വരുന്നൊരു കളി കൂടിയായി മാറും ഇത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനന്ത, തീർച്ചയായും സഞ്ജു നിരാശപ്പെടുത്തിയെങ്കിൽ കൂടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ T20 തന്നെ ഏറ്റവും ഉയർന്ന മൂന്നാമത്തെ സ്കോറാണ് ഇന്ന് കാര്യവട്ടത്ത് നേടിയത്. 271 എന്ന് പറയുന്ന ഒരു കൂറ്റൻ സ്കോറിലേക്കാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ഇന്ത്യൻ ടീമിനെ എത്തിച്ചത്. അതിൽ ഏറ്റവും നിർണായകമായത് 43 പന്തുകളിൽ 103 റൺസ് എടുത്ത് പുറത്തായ ഇഷാൻ കിഷന്റെ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ്. ഇഷാൻ 10 സിക്സറുകളാണ് കാര്യവട്ടത്ത് പായിച്ചത്. അങ്ങനെ ആകെ ഇന്ത്യൻ ടീം മുഴുവൻ 23 സിക്സറുകൾ പായിച്ചപ്പോൾ അവസാന ഓവറുകളിൽ ഹർദിക് പാണ്ഡ്യ, റിങ്കു സിംഗും ഒക്കെ തന്നെ മികച്ച പ്രകടനം പുറത്തെടുത്തു. ഓപ്പണിംഗിൽ സഞ്ജുവിനെ ആദ്യ 2 ഓവറിൽ തന്നെ നഷ്ടമായെങ്കിലും അഭിഷേക് മികച്ച പ്രകടനമാണ് നടത്തുന്നത്. അങ്ങനെയാണ് 271 എന്ന് പറയുന്ന ഒരു കൂറ്റൻ സ്കോറിലേക്ക് ഇന്ത്യ എത്തുന്നത്. സഞ്ജു ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തുന്നതാണ് നമുക്ക് കാര്യവട്ടത്ത് കാണാൻ സാധിച്ചത്. കാണികളൊക്കെ തന്നെ സഞ്ജുവിന്റെ ഒരു ബാറ്റിംഗ് പ്രകടനത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. പക്ഷേ സഞ്ജുവിന് അങ്ങനെ തിളങ്ങാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഇപ്പോൾ ഫീൽഡിംഗിൽ സഞ്ജു ഫീൽഡിംഗ് ആണ് ചെയ്യുന്നത്. കീപ്പ് ചെയ്യുന്നതും ഇഷാൻ കിഷൻ. എന്തായാലും മറുപടി ബാറ്റിംഗിലും ന്യൂസിലൻഡും ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെയാണ് ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഫിൻലാൻഡിന്റെ അതിവേഗ അർദ്ധ സെഞ്ചുറിയുടെ കാര്യത്തിൽ ന്യൂസിലൻഡ് 6 ഓവറുകളാകുമ്പോൾ ഏകദേശം 78 എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഓവറിൽ 13 റൺസ് വെച്ച് വേണം ന്യൂസിലൻഡ് ജയിക്കാൻ. ആ റൺ റേറ്റ് തന്നെ പിന്തുടർന്നാണ് ന്യൂസിലൻഡും ഇപ്പോൾ ബാറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തന്നെ ഒരു ആവേശകരമായ ഒരു അന്ത്യമായിരിക്കും ഈ 2020-ലെ ഈ പരമ്പരയിലെ അവസാന മത്സരത്തെ കാര്യവട്ടത്ത് ഉണ്ടാവുക. ആനന്ദ്. ശരി, മനീഷ് ഐഷ മാത്യു ആണ് കാര്യവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തകർപ്പൻ മത്സരത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പങ്കുവച്ചത്.